CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൊടകര കുഴൽപ്പണ കേസ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. പോലീസ് അകമ്പടിയിലാണ് തിരൂർ സതീഷ് കോടതിയിലെത്തിയത്. രാജ്യത്ത് BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിന് തടയിടുന്നതിൽ CPIM നിലപാട് നിർണായകമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലുങ്കിലിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം. പരിക്കേറ്റ കാർ യാത്രികരെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകപ്രശസ്തനായ തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈന് വിട. അരനൂറ്റാണ്ടിലേറെ ലോക സംഗീതത്തിൽ നിറഞ്ഞുനിന്ന താളവിസ്മയമാണ് വിടവാങ്ങിയത്. CCTV ന്യൂസ് ഇമ്പാക്ട്. 11 മാസം മുമ്പ് പോലീസ് പിടിച്ചെടുത്ത് വഴിയരികിലെ വീട്ടിൽ സൂക്ഷിച്ച ബൈക്ക് പോലീസ് കൊണ്ടുപോയി. 1 വർഷത്തോളമായി ബൈക്ക് വീട്ടുമുറ്റത്ത് നിർത്തിയതുമൂലം വീട്ടുടമയ്ക്ക് നേരിട്ടിരുന്ന ദുരിതം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺഹാൾ മിനി ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ നടന്നുവന്നിരുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 37ാം മഹാസുവിശേഷ യോഗം സമാപിച്ചു. കുന്നംകുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഗേൾസ് സ്കൂളിന് സമീപം ആശ്രയ കേന്ദ്രം ആരംഭിച്ചു. 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സൌജന്യമായി അടിസ്ഥാനപരമായ ഇംഗ്ലീഷ്, കണക്ക്, കമ്പ്യൂട്ടർ, ജനറൽ നോളജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, അക്കൌണ്ടിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ്, കൌൺസിലിംഗ് ക്ലാസുകൾ, മുതിർന്നവരെ ഉൾപ്പെടുത്തിയ യോഗ ക്ലാസുകൾ എന്നിവ നടത്തുന്നതിനായാണ് ആശ്രയ കേന്ദ്രം ആരംഭിച്ചത്. കൺസോർഷ്യം ഓഫ് നാഷണൽ യൂണിവേഴ്സിറ്റീസിന്റെ കീഴിൽ നടത്തിയ ഓൾ ഇന്ത്യ ടെസ്റ്റിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹാരിയെ ആദരിച്ചു. കടങ്ങോട് കിണറ്റിൽ വീണ കുറുനരിയെ എരുമപ്പെട്ടി വനപാലകർ രക്ഷപ്പെടുത്തി. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന യുവജന പ്രസ്ഥാന കലാമേളയും വാർഷിക സമ്മേളനവും നടന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാട്ടകാമ്പാളി യൂണിറ്റ് സമ്മേളനം നടന്നു. LDF നേതൃത്വം നൽകുന്ന പുന്നയൂർ പഞ്ചായത്ത് ഭരണത്തിന് കീഴിൽ ചുരുങ്ങിയ കാലയളവിൽ അതിവേഗത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വിരളിപ്പുണ്ടാണ് UDF അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് LDF. ഇതിനെതിരെ പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം 2025 ഫെബ്രുവരി 1-2 ദിവസങ്ങളിലായി നടത്തും. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം പരൂർ കോൾപ്പടവിലെ കൈത്തോടുകളിലെ വെള്ളത്തിന്റെ നിറവ്യത്യാസവും ദുർഗന്ധവും പ്രദേശവാസികൾക്ക് ആശങ്കയാകുന്നു. അധികൃതർ ജലപരിശോധന നടത്തി ഉറവിടം കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും കർഷകരും രംഗത്ത്. എരുമപ്പെട്ടി അയ്യപ്പൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ പാലയൂർ ഏരിയ കൌൺസിൽ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. ഗുരുവായൂർ ടൗൺഹാളിന് പുറകിൽ നിന്നും 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ വെസ്റ്റ് മങ്ങാട് സ്കൂളിൽ ലോക അറബിക് ഭാഷാ ദിനം ആഘോഷിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അയ്നൂർ യൂണിറ്റ് സമ്മേളനം പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള 2025-26 കാലയളവിലെ സംസ്ഥാന നേതൃത്വത്തെ തെരഞ്ഞെടുത്തു. തൃശൂരിൽ വെച്ച് നടക്കുന്ന SYS പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിന് മുന്നോടിയായി മന്ദലാംകുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മന്ദലാംകുന്ന് ബീച്ചിൽ ഗ്രാമസമ്മേളനം സൌഹൃദ ചായ വിരുന്നൊരുക്കി. വയനാട്ടിലെ ലൂയിസ് മൌണ്ട് മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് അൻസാർ വിമൻസ് കോളേജ് വിദ്യാർത്ഥികൾ. പഠനയാത്രയുടെ ഭാഗമായാണ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചത്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ഇടവക വിശ്വാസ പരിശീലന യൂണിറ്റിൽ വർഷം മുഴുവൻ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത 83 കുട്ടികൾക്ക് സമ്മാനമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് ഈവ് വർണ്ണാഭമായി. മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി മടത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി, സൂരജ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ സുകൃത ഹോമം നടത്തി.
പഴുന്നാന ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.